അസ്സലാമലൈക്കും. അപ്പോൾ 2025 പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം ലൈസുമ. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോണേ, മായാവിനെ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വെറുതെ ഒരു എന്ത് വ്ളോഗാണെന്ന് എനിക്കറിയില്ല. ഷോപ്പിംഗ് വ്ളോഗ് ആവോ, അത് ഇനി പാർക്കൊക്കെ പോവോ, വേറെ എന്തെങ്കിലും ആവോ ഒന്നും അറിയില്ല. നമ്മളിത് ഇപ്പോൾ ഇൻട്രോ എടുത്ത് നിൽക്കുകയാണ്, പ്ലാനിങ് ഒന്നുമില്ല. 2025 തുടങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു പുതിയ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ പുതിയ ലൈഫ് സ്റ്റാർട്ടാക്കിയത്. 2025 ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് വേറൊന്നല്ല, നമ്മൾ മക്രോണമെന്ന് ഫൈസിലേക്ക് മാറിയിട്ടുണ്ട്. ലൊക്കേഷൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. മക്രോണമേന്നും ആദ്യം നിന്നിരുന്നത് ഇക്കാൻ്റെ ഷോപ്പാണെങ്കിലും നമ്മൾ താമസിച്ചതാണെങ്കിലൊക്കെ അവിടെയായിരുന്നു. അവിടുന്ന് ഇപ്പോൾ നമ്മൾ ഫൈസിലേക്ക് മാറിയിട്ടുണ്ട്. ഷോപ്പും നമ്മളെ താമസം എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് 2025 പുതിയ വിശേഷം എന്ന് പറയാൻ. കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ തിരക്ക് കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫൈസിലേക്ക് വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും ഇക്കാൻ്റെ ഷോപ്പൊന്നും നമ്മൾ ശരിക്കും കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ മാറി റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിച്ചിട്ട് ചോദ്യം എന്താ വെച്ചാൽ, എന്താ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാത്തത്, ചാനൽ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നമ്മൾ ചാനലൊന്നും നിർത്തിയിട്ടില്ല, ചാനൽ നിർത്താനും ഉദ്ദേശിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇട്ടിട്ടില്ലെങ്കിലും കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മെയിൻ റീസൺ എന്താ വെച്ചാൽ മടി, വേറൊന്നല്ല. നമ്മൾ വീഡിയോ എടുക്കാനില്ല മടി, എഡിറ്റ് ചെയ്ത് ഇടാനല്ല മടി, അതാണ് കേട്ടോ, വേറൊന്നല്ല. നമ്മൾ അതിൻ്റെ ഒരു ടച്ച് വിട്ടുപോയി കുറച്ചായിട്ട് ഓരോ തിരക്കിൽ പെട്ടിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ താഴേക്ക് പോവാണ്. ഇക്ക വിളിച്ചിട്ട് താഴേക്ക് വരാൻ പറഞ്ഞു. പിന്നെ ഇക്കാൻ്റെ ഷോപ്പിലേക്ക് ഇച്ചിരി ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലൊക്കെ പൂട്ടി സ്റ്റെപ്പ് ഇറങ്ങാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും നെഗറ്റീവ് എന്ന് പറയുന്നത് ലിഫ്റ്റ് ഇല്ല. ഈ കാണുന്ന സ്റ്റെപ്പ് ഫുള്ള് നമ്മൾ ഇറങ്ങണം. അപ്പോൾ താഴേക്ക് ഇറങ്ങി കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാനും ഇസുംപാടെ താഴേക്ക് ഇറങ്ങാം കേട്ടോ. ഞാൻ എപ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ വിചാരിക്കലുണ്ട്, എന്തുകൊണ്ട് ഇവരൊരു ലിഫ്റ്റ് വെച്ചില്ല, ഇത്രയും ബിൽഡിങ് ഉണ്ടാക്കിയിട്ട്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ബിൽഡിങ്ങും വീടൊക്കെ ഉള്ളതാണ്. അങ്ങനെ ആൾക്കാർ അധികമല്ല. അപ്പോൾ എനിക്ക് ഇക്കാൻ്റെ ഷോപ്പിലേക്ക് ഒറ്റയ്ക്ക് പോകാനൊരു പേടി കേട്ടോ. അപ്പോൾ ഇക്കാനോട് പകുതി വരെ വരാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ ഇക്ക വന്നതായിരുന്നു. അങ്ങനെ ഷോപ്പിൽ വന്നപ്പോൾ ഒരാൾ വെയിറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക അങ്ങനെ മുടി വെട്ടി കൊടുക്കുകയാണ്. ഞാനും ഐസുംപാടെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പൊക്കെ പോയിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഒരു ബഗാലുണ്ട്. അപ്പോൾ നമുക്ക് റൂമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇക്കാനോടാണ് നമുക്ക് കുറച്ച് നേരം നടക്കാം, വെറുതെ ഇങ്ങനെ ചുമ്മാ അതിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോഴാണ് ഒരു ഫർദക്കട കണ്ടത്. എനിക്കും ഐസൂനും പാടെ ഒരു ഫർദ വാങ്ങി കേട്ടോ. ഐസൂന് ഞാൻ കുറേ ആയി വിചാരിക്കണം ഒരു ഫർദ വാങ്ങണം. നമ്മൾ ഫസ്റ്റ് ഉംറക്ക് പോയപ്പോൾ കുറേ ഞാൻ തിരഞ്ഞതാണ്, പക്ഷെ കിട്ടിയില്ല കേട്ടോ ഓളെ ഒരു പാകത്തിന്. അങ്ങനെ നമ്മളെ റൂമിലേക്ക് 18ാം പടി കയറാണ്.